അമേരിക്കയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകരമായ അധ്യായങ്ങളിൽ ഒന്നാണ് 1979 ഇറാൻ ബന്ദി നാടകം. അന്ന് 444 ദിവസം അമേരിക്കൻ നയതന്ത്രജ്ഞരെ ഇറാൻ തടവിലാക്കിയപ്പോൾ ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ തല താഴ്ന്നു പോയിരുന്നു. ആ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇന്ന് വൈറ്റ് ഹൗസ്. തകർന്നു വീണ യുദ്ധവിമാനത്തിലെ പൈലറ്റ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ കൈകളിൽ അകപ്പെട്ടാൽ അത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സൈനിക പരാജയമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന വലിയൊരു പരീക്ഷണമായി മാറും. ഇറാന്റെ യുദ്ധതന്ത്രം എപ്പോഴും കൃത്യമായ ലാഭനഷ്ടങ്ങൾ കണക്കിലെടുത്തുള്ളതാണ്. പൈലറ്റിനെ ജീവനോടെ പിടികൂടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു വിജയമല്ല, മറിച്ച് അമേരിക്കയെ മുട്ടുകുത്തിക്കാനുള്ള ഒരു വിലപേശൽ ആയുധം കൈക്കലാക്കുക എന്നതാണ്. കൊല്ലുന്നതിനേക്കാൾ പൈലറ്റിനെ ജീവനോടെ തടവിൽ വെച്ച് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് അമേരിക്കയുടെ ആത്മവീര്യം തകർക്കാനുള്ള തന്ത്രമാണ്. മുൻപ് ബ്രിട്ടീഷ് നാവികരെ പിടികൂടിയപ്പോൾ അവർ ചെയ്തതുപോലെ പൈലറ്റിനെ കണ്ണുകെട്ടി നടത്തിച്ചും വ്യാജ വധശിക്ഷാ ഭീഷണികൾ മുഴക്കിയും മാനസികമായി തളർത്താൻ ഇറാൻ ശ്രമിച്ചേക്കാം. ക്യാമറയ്ക്ക് മുന്നിൽ അമേരിക്കൻ വിരുദ്ധ പ്രസ്താവനകൾ നിർബന്ധിതമായി നടത്തിക്കുന്ന നാടകങ്ങളും നമ്മൾ കണ്ടേക്കാം. നിലവിൽ അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാന്റെ ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ടത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പ്രാദേശിക കമാൻഡർമാരിലേക്ക് എത്തിയതോടെ അവരുടെ പെരുമാറ്റം പ്രവചനാതീതമായിരിക്കും. പൈലറ്റിനെ അതീവ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനായിരിക്കും ഇറാന്റെ നീക്കം. അമേരിക്കൻ ഇന്റലിജൻസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത ഇടങ്ങളിൽ പൈലറ്റിനെ പാർപ്പിക്കുന്നത് രക്ഷാദൌത്യം അസാധ്യമാക്കും. മാസങ്ങളോ വർഷങ്ങളോ ഈ പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോയി അമേരിക്കയെ നിരന്തരമായ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് മടിയുണ്ടാകില്ല. മറുഭാഗത്ത് നിൽക്കുന്നത് പ്രവചനാതീതമായി പെരുമാറുന്ന ഡൊണാൾഡ് ട്രംപാണ്. 1979 ജിമ്മി കാർട്ടറെ പോലെയല്ല ട്രംപ് എന്ന് ഇറാന് നന്നായിട്ട് അറിയാം. എങ്കിലും ഒരു അമേരിക്കൻ സൈനികൻ ശത്രുവിന്റെ തടവിലാകുന്നത് വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ്. സൈനികമായി നീങ്ങി പൈലറ്റിനെ രക്ഷിക്കണോ അതോ നയതന്ത്ര ചർച്ചകൾ നടത്തി വിട്ടയപ്പിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പെന്റഗൺ. പൈലറ്റിന്റെ മോചനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിന് നിർണായകമാണ്. ഈ സാഹചര്യം മുതലെടുത്ത് റഷ്യയും ചൈനയും ഇറാന് പിന്തുണയുമായി എത്തിയേക്കാമെന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും തങ്ങൾ നേരിട്ട നാശനഷ്ടങ്ങൾക്ക് പകരമായി അമേരിക്കയിൽ നിന്ന് ഇളവുകൾ നേടിയെടുക്കാനും ഇറാൻ ഈ പൈലറ്റിനെ ഉപയോഗിക്കും. ഇസ്രായേലിന്റെ ഇടപെടലുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ സാഹചര്യം ഒരു വലിയ നയതന്ത്ര യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറും. ഇറാന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഉൾനാടൻ പ്രദേശങ്ങളിൽ ചെന്ന് പൈലറ്റിനെ വീണ്ടെടുക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച കമാൻഡോകൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ ഇറാന്റെ കൈകളിൽ ഒരു അമേരിക്കൻ പൈലറ്റ് അകപ്പെടുക എന്നത് വെറും ഒരു വാർത്തയല്ല. അത് വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്കൻ സൈനികർക്കുണ്ടായ മാനസികാഘാതത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായിരിക്കും. പൈലറ്റ് തിരിച്ചെത്താത്ത ഓരോ നിമിഷവും അമേരിക്കൻ ഭരണകൂടത്തിന് നെഞ്ചെടുപ്പിന്റെ കാലമായിരിക്കും. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം പുതിയൊരു ഹോസ്റ്റേജ് ക്രൈസിസിലേക്ക് വഴിമാറുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ അടുത്ത നീക്കത്തിലേക്കാണ്.